കൊലക്കേസ് പ്രതിയുടെ ഗൃഹപ്രവേശനത്തിന് CPIM നേതാക്കൾ CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ എന്നിവരാണ് ചടങ്ങിനെത്തിയത്. സുനിൽ ഐസക് കൂടുതൽ വിവരങ്ങളുമായി നമ്മോടൊപ്പം. സുനിൽ, ഏത് കേസിലെ പ്രതിയാണ്? വന്ന നേതാക്കൾ ആരൊക്കെയാണ്? അവരതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ടോ? നിഷാദ്, TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടിസുനിക്ക് 30 ദിവസം അനധികൃതമായി പരോൾ അനുവദിച്ചതിനെ ന്യായീകരിച്ച് സോഷ്യൽ മീഡിയയിലൂടെ P ജയരാജൻ രംഗത്തെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നലെ ഒരു കൊലക്കേസ് പ്രതിയുടെ ഗൃഹപ്രവേശ ചടങ്ങിൽ P ജയരാജനും അടക്കമുള്ള പ്രമുഖ നേതാക്കൾ പങ്കെടുത്തതിൻ്റെ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വരുന്നത്. P ജയരാജൻ ആ ചടങ്ങിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല, വീടിൻ്റെ നാട മുറിച്ച് അതിനുള്ളിൽ പ്രവേശിച്ചത് P ജയരാജനാണ്. CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, ഒപ്പം പാർട്ടിയിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തപ്പെട്ട മുൻ ജില്ലാ കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ PP ദിവ്യ, ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തിലങ്കേരി, TP വധക്കേസ് പ്രതി മുഹമ്മദ് ഷാഫി തുടങ്ങിയവരൊക്കെ ഈ പ്രതിയുടെ ഗൃഹപ്രവേശ ചടങ്ങിൽ ഇന്നലെ പങ്കെടുത്തിരുന്നു. അതായത് 2008 ഈ കൊലപാതകം നടന്നത്. 2008 തലശ്ശേരി കൂളി ബസാർ, വടക്കമ്പാട് കൂളി ബസാറിൽ വെച്ച് ലോറിയിൽ നിന്ന് ഒരു BJP പ്രവർത്തകനെ വിളിച്ചിറക്കി വെട്ടിക്കൊലപ്പെടുത്തി എന്ന കേസിലെ ഒന്നാം പ്രതിയാണ് വടക്കമ്പാട് തെക്കേ കണ്ണോളി വീട്ടിൽ K ശ്രീജിത്ത്. ശ്രീജിത്ത് അടക്കം 5 പേരെ ഈ കേസുമായി ബന്ധപ്പെട്ട് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. ഇപ്പോൾ ശ്രീജിത്ത് അടക്കമുള്ളവർ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ചു വരികയാണ്. അതിനിടയിലാണ് ശ്രീജിത്ത് പരോളിലിറങ്ങുന്നത്. പരോളിലിറങ്ങിയ സമയത്താണ് ഈ വീടിൻ്റെ ഗൃഹപ്രവേശ ചടങ്ങൊക്കെ നടക്കുന്നത്. എന്തായാലും ആ ചടങ്ങിലേക്കാണ് പ്രധാനപ്പെട്ട കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ കൊലപാതക കേസിലെ പ്രതികളെ ഒക്കെ വിളിച്ചു വരുത്തുകയും ഒപ്പം CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത്. ഈ നിഖിൽ വധക്കേസിനെ CPM 2008 തന്നെ തള്ളിപ്പറയുകയും പാർട്ടിക്ക് അതുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ലെന്ന് അന്നത്തെ തലശ്ശേരി ഏരിയ സെക്രട്ടറി ഔദ്യോഗിക വാർത്താക്കുറിപ്പിലൂടെ പ്രഖ്യാപിക്കുകയും ചെയ്ത എന്ന സംഭവമാണ് ഈ കൊലപാതക കേസ്. എന്നിട്ടും പക്ഷേ ആ പ്രതിയുടെ ഒന്നാം പ്രതിയുടെ ഗൃഹപ്രവേശ ചടങ്ങിൽ CPMന്റെ നേതാക്കൾ കൂട്ടത്തോടെ പങ്കെടുക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ശരി, സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകിയത്. കൊലക്കേസ് പ്രതിയുടെ വീട്ടിലെ ഗൃഹപ്രവേശന ചടങ്ങിൽ CPM നേതാക്കൾ പ്രധാനികളായി എത്തുന്നു.